നമസ്കാരം. ആലപ്പുഴയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ കോഴിക്കോടേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസിൽ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന് ആലപ്പുഴേൻ്റെ ഭംഗിയൊക്കെ കണ്ട് ചിലവ് കുറച്ച് ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ 8:50. ഇവിടെ നവീകരണമാണ്. സ്റ്റേഷൻ്റെ പുതിയ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നത് തന്നെ കാണാം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ ബോട്ട് ജെട്ടിയിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 4.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ബസ്സും കിട്ടും. ഈ ബസ് അങ്ങോട്ടാണോ എന്ന് നമുക്ക് നോക്കാം. ഇത് തന്നെയാണ് ബസ്. ഈ കലവൂരിലേക്കുള്ള ഒരു ഇതില്ലേ, അതിൽ കയറിയാൽ മതി. ഇതിൽ തന്നെ ബോട്ട് കെട്ടിയെന്നും എഴുതിയിട്ടുണ്ട്. ഇതിൽ കയറാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബോട്ട് കെട്ടിയിലേക്ക് ഒരാൾക്ക് ബസ്സിന് വന്ന ടിക്കറ്റ് ചാർജ് 13 രൂപയാണ്. ബസ്സിലൊന്നും അധികം തിരക്കേയില്ല. ആലപ്പുഴയിൽ നേരത്തെ ഉണ്ടായിരുന്ന ബോട്ട് കെട്ടി ഇപ്പോൾ പൊളിച്ചു. അവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെയാണ് നിലവിലിപ്പം ബോട്ട് കെട്ടി ഉള്ളത്. ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്നു. എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് വന്നത്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു 300 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെത്തും. ഇവിടെ നിന്നാണ് സർക്കാരിൻ്റെ ബോട്ടുകളെല്ലാം പുറപ്പെടുന്നത്. ഇത് കോട്ടയത്തേക്കുള്ള ബോട്ടാണ് സർക്കാരിൻ്റെ. ഇവിടെ കേരള സർക്കാർ എന്നൊക്കെ എഴുതി കാണാം. ഇത് 9:35 ഇവിടെ നിന്ന് പുറപ്പെടുക. ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഇതിൻ്റെ അകത്ത് കയറി തുടങ്ങി. ഇവിടെ ഇപ്പോൾ 2 ബോട്ടുകളുണ്ട്. ഇവിടെ കാണുന്ന ഈ ബോട്ടില്ലേ, ഇതിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് നെടുമുടി എന്ന ഭാഗത്തേക്ക്. ഇവിടെ തന്നെയാണ് ഇതിൻ്റെ പെട്രോൾ പമ്പ് ഉള്ളത്. പിന്നെ ഇവിടെയായിട്ട് മറ്റ് പ്രൈവറ്റ് ബോട്ടുകളും ഇവിടെ കാണാം. ഇന്ന് ബോട്ടിൽ യാത്ര പോകുന്നത് കുട്ടനാടിൻ്റെ ഭാഗം വഴിയാണ്. ഇതിനു മുന്നേ കുട്ടനാട് വഴിയൊക്കെ ഞങ്ങൾ ബോട്ട് വഴി യാത്ര പോയിട്ടുണ്ട്. അത് കൈനഗിരി ഭാഗത്തേക്കാണ്. ഇന്ന് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞല്ലോ നെടുമുടിയാണെന്ന്. ഒരു കിടിലൻ യാത്ര തന്നെയായിരിക്കും. ഈ ആലപ്പുഴയിൽ നിന്ന് നെടുമുടിയിലേക്കുള്ള ബോട്ട് ഇവിടുന്ന് പുറപ്പെടുക രാവിലെ 10 മണിക്കാണ്. ആലപ്പുഴ കോട്ടയം ബോട്ട് ഇതാ ഇവിടുന്ന് എടുത്തു. ഇതൊരു 3 മണിക്കൂറിനുള്ളിൽ അവിടെ കോട്ടയത്തെത്തും. കുറച്ച് റിവേഴ്സ് പോയി ഇനി നേരെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ പോകാൻ പറ്റിയ നല്ലൊരു ബോട്ട് ഇത് തന്നെയാണ്. കാരണം നല്ല സമയമാണല്ലോ ഇത്. അത് പോയി. ഒരു ബോട്ട് പോയ ഉടനെ തന്നെ അടുത്തൊരു ബോട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിവിടുന്ന് വളച്ചെടുക്കുകയാണ്. ഇത് ഗ്രാമീണ എന്നൊരു ഭാഗത്തേക്കുള്ള ബോട്ടാണ്. 9:45. ഇവിടെ തട്ടിയത്. ഇത് വളച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന്. ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടാണ് ഉള്ളത്. ആലപ്പുഴ നെടുമുടി മറ്റൊരു ബോട്ടുണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാം. ചേട്ടാ, നെടുമുടിയിലേക്കുള്ള ബോട്ട് ഇതാണോ അതാണോ? ഇതാ? എന്റെ ദൈവമേ, അതാണ്. അപ്പൊ ഇതല്ല. ആലപ്പുഴ നെടുമുടി. ഈ നേരത്തെ കയറിയ ബോട്ടില്ല, അതും നെടുമുടി തന്നെയാണ്. പക്ഷെ അത് കുറച്ച് കറങ്ങിയിട്ട് പോകുന്നതാണ്. ഇത് കറക്റ്റ് ബോർഡൊക്കെ ഉണ്ട് കേട്ടാ, പോകുന്ന റൂട്ടൊക്കെ. ഇനി കറങ്ങി വരും ഇവിടെ. ഇപ്പൊ 2ഉം നെടുമുടി ബോട്ടുകൾ തന്നെയാണ്. ഏതിൽ വേണം കയറാം. ഈ ബോട്ട് വഴി കയറി അതിലേക്ക് കയറണം. കയറേട്ടാ. ഇതിന് പുറകിലായിട്ട് ഇരിക്കാം.
ഫ്രണ്ടിലേക്കൊക്കെ പോയിരിക്കാം, പക്ഷെ പുറകിലായാൽ പിന്നെ ഈ ആൾക്കാരുടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതും സർക്കാർ ബോട്ട് തന്നെയാണ്. കൃഷ്ണപുരം, ആലപ്പുഴ. നവി ഇവിടെ ഷട്ടർ പൊക്കി സെറ്റാക്കുന്ന ഒരു പരിപാടിയില്ല. അതുപോലെ തന്നെ ഈ സീറ്റില്ലേ, അമ്മയും കുഞ്ഞും അല്ലേ? അമ്മയും കുഞ്ഞും. ഈ ബോട്ടിൽ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോ സീറ്റിൻ്റെ മുകളിലായിട്ട് നമുക്കത് കാണാം. സീറ്റിങ്ങൊക്കെ ഏകദേശം ഫുള്ളായി. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പുറകു ഭാഗത്തുനിന്നും നമുക്ക് ചെറിയൊരു വ്യൂ ഒക്കെ കിട്ടും. ഇവിടെ ഒരുപാട് മറ്റ് ബോട്ടുകളും നിർത്തിയത് നമുക്ക് കാണാം. ഇന്നിപ്പോൾ നേരത്തെ കണ്ട ഒരു ആലപ്പുഴ കൃഷ്ണപുരം ബോട്ടാണ്. കറക്റ്റ് 10 മണിക്ക് തന്നെ നെടുമുടിയിലേക്കുള്ള ബോട്ട് ഇതാ ഇവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇതൊക്കെ പ്രൈവറ്റ് ബോട്ടുകളാണ്. ഈ ബോട്ടിനെ നിയന്ത്രിക്കുന്നത് സ്രാങ്കാണ്. ഏറ്റവും മുന്നിൽ സ്രാങ്കാണുള്ളത്. അതുപോലെ തന്നെ ഇത് ഡ്രൈവറാണ്. അതുപോലെ തന്നെ ഈ നമുക്ക് ടിക്കറ്റ് മുറിച്ച് തരുന്ന ആളില്ലേ, അവരെ പറയുന്നത് മാസ്റ്റർ എന്നാണ്. അതുപോലെ തന്നെ ഈ ബോട്ടിനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നില്ല, ഈ കയറൊക്കെ കെട്ടിവെക്കാനും അടുപ്പിക്കാനൊക്കെ 2 പേരൊക്കെ ഉണ്ടാവും. അവരെ പറയുന്ന പേരാണ് ലാസ്റ്റർ. അതുപോലെ തന്നെ ഇവിടെ ഹൗസ് ബോട്ടുകളും കാണാം. ആലപ്പുഴയിൽ നിന്ന് നെടുമുടിയിലേക്ക് സർക്കാരിൻ്റെ ബോട്ടിന് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് വെറും 16 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ എത്ര ചീപ്പാണിത്. മുന്നിൽ മറ്റൊരു ബോട്ട് പോകുന്നത് കാണാം. ഇതിന് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. പിന്നെ ഈ ബോട്ടിൻ്റെ അകത്ത് വലിയ കുലുക്കമൊന്നുമില്ല. അതായത് ചില ബോട്ടിനൊക്കെ പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ കുലുക്കം ഉണ്ടാവും. ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, ഒരു വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടായേക്കാം. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കൂളായിട്ട് തന്നെ ബോട്ട് പോകുന്നുണ്ട്. വെള്ളം തെറിച്ച് ഒരു വലിയൊരു ഹൗസ് ബോട്ട്. ശരിക്കും എന്ത് ഭംഗിയാണ് ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ. അവിടെ നെൽപ്പാടാണ്. ആ നേരത്തെ കണ്ട ഒരു ബോട്ടില്ലേ, ഇതാണ്. ഇത് എവിടത്തേക്ക് പോകുന്ന ബോട്ടാണെന്ന് നോക്കണം. ആ നേരത്തെ ആ ഒരു കണ്ട കൃഷ്ണപുരം. പുഞ്ചിരി ബോട്ട് കെട്ടി. ഇത് ഇവിടെ നിന്ന് നിർത്തുന്നില്ല. ഇതിനത് എനിക്ക് തോന്നുന്നു അധികം സ്റ്റോപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇന്നൊരു ഇട ദിവസമാണ്. ശനി ഞായർ ദിവസങ്ങളിൽ എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. കാരണം എല്ലാവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് ഇതിൽ വരാമല്ലോ. ഇതിലൂടെ പോകുമ്പോൾ ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും അടിപൊളിയാണ്. ഇടുന്ന കാഴ്ചകളാണ്. അതുപോലെ നല്ല കാലാവസ്ഥ. ബോട്ടിൻ്റെ നേരെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഒരു റോഡൊക്കെ ഉണ്ട്. ഈ ഭാഗത്തുള്ളതൊക്കെ
വീടുകളാണ്. വെള്ളം നല്ല രീതിയിൽ തന്നെ പമ്പാവുന്നുണ്ട് പുറത്തേക്ക്. കണ്ട ആ മോട്ടറിന്റെ പവറാണത്. ഈ ഭാഗത്ത് ഹൗസ് ബോട്ടുകളുടെ ഒരു നിര തന്നെ കാണാം. അടുത്തൊരു ബോട്ട് ഷെഡിലേക്ക് എത്തി. ഈ രണ്ടുപേരില്ലേ, ഇവരാണ് ലാസ്റ്റർമാർ. മഹാത്മാ ബോട്ട് ഷെഡി. മറ്റൊരു ബോട്ട് ഷെഡി, കണ്ടിട്ട ബോട്ട് ഷെഡി. പൊറോട്ട, ഇറച്ചി. ഇവിടെ മുഴുവനും നെൽപ്പാടാണ്. അതങ്ങ് ഏക്കർ കണക്കിന് തന്നെയുണ്ട്. ഇതുവഴി വന്നിപ്പോ ഈ ഒരു ഭാഗത്തെത്തി. ഇത് മീനപ്പള്ളി കായലാണ്. കായലിനൊക്കെ നല്ല വീതിയാണ്. ഇതുവഴി ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം. ഒരു സ്പീഡ് ബോട്ട് പോകുന്നത് കാണാം. കല്ലറ ബോട്ട് ഷെഡി. ഇവിടെ ഓരോ വീടിൻ്റെയും മുൻഭാഗത്ത് ചെറിയ വള്ളങ്ങളും അതുപോലെ തന്നെ വലിയ വീടൊക്കെ ആണെങ്കിൽ ബോട്ടൊക്കെ ഉണ്ട്. ചെറിയ കാരണം അവർക്ക് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് എത്താൻ ഇതുപോലെയുള്ള വള്ളങ്ങളോ കാണുന്നില്ലേ, ബോട്ടുകളൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലത്. മഴക്കാലത്ത് പിന്നെ ഇവിടുത്തെ കാര്യമൊന്നും പിന്നെ അധികം എടുത്ത് പറയുന്നില്ല, കാരണം ഈ ഭാഗത്തെല്ലാം എന്തായാലും വെള്ളം കയറുമല്ലോ. ഇതൊരു ജങ്കാറല്ലേ? ഇവിടെ ഒരു ബോട്ട് ഷെഡിയും കാണാം, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൂടെ ഒരു പാലവും കാണാം.
കോക്ടെയിൽ ബോട്ട് കെട്ടി. ഇങ്ങനെ ഒടിഞ്ഞ് വരികയാണ് ഇങ്ങോട്ട്. ഇതാണ് ആ ഒരു പാലം. ഇത് വണ്ടികളൊക്കെ പോകുന്ന കാണാം. പക്ഷെ ഇതൊരു നല്ല സ്ഥലമാണ് കേട്ടോ. ഇത് വണ്ടിയൊക്കെ എടുത്ത് എപ്പോഴും ഇങ്ങോട്ടൊക്കെ വരണം. അങ്ങോട്ടും വേറൊരു റൂട്ട് കാണാം. ഇതൊരു പള്ളിയാണെന്നാ തോന്നുന്നത്. ആ പള്ളി തന്നെ ഇതല്ലേ ഇവിടെ ഇട്ടുണ്ട്. ഇനി ഈ കാണുന്ന ബോട്ട് കിട്ടിയില്ലേ, ഇങ്ങോട്ടാണ് പോകുന്നത്. ആറ്റുവാത്താല സർവീസ് സഹകരണ ബാങ്ക്. ആലപ്പുഴയ്ക്കുള്ള ഒരു സർക്കാർ ബോട്ട്. ഇത് കൈനഗിരിയിലെ സെന്റ് മേരീസ് ഹൈസ്കൂളാണ്. ആയിരത്തി 1916 സ്ഥാപിതമായത്. ഇതിപ്പോ കൈനഗിരി ഭാഗമാണ്. നേരത്തെ ഒരു ബോട്ട് കെട്ടി കണ്ടില്ലേ, അവിടം വരെയായിരുന്നു ഞങ്ങൾ ഇതിനു മുന്നേ വന്നത്. ആലപ്പുഴയിൽ നിന്ന് കൈനഗിരി ബോട്ട് കയറി അവിടെയാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് ആലപ്പുഴയിൽ തന്നെ പോയി. ഈ ബോട്ടിൽ നിങ്ങൾക്ക് വന്നാൽ കൈനഗിരി ഇറങ്ങാം കേട്ടോ. കാരണം ഇത് കൈനഗിരി വഴി തന്നെയാണ് നേരെ നെടുമുടിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അത് 8:30 ആലപ്പുഴയിൽ നിന്ന് വിടുന്ന ഒരു ബോട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി തന്നെ നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഈ റൂട്ടിൽ നല്ല ഷാപ്പുകളൊക്കെ ഉണ്ടാവും. നെടുമുടി ആ ഭാഗത്ത് എന്തായാലും ഷാപ്പുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും ഒരു പള്ളി കാണാം.
ചെറിയൊരു കട കാണാം. ഇതാ ഇവിടെ കണ്ട ടയറ് നേരെ ഇതിലേക്ക് അടുപ്പിക്കുക. കുറച്ച് ആൾക്കാരിതാ ഈ ചെറിയൊരു വള്ളത്തിൽ പോകുന്ന കാണാം. ഇപ്പം അടുത്തൊരു സ്ഥലത്തെത്തി. പേരിവിടെ കൊടുത്തത് കാണാം, ഗണപതിൻ്റെ ജെട്ടി. ഈ പാലൊക്കെ ഇങ്ങനെ കാണാം, നല്ല ഭംഗിയല്ലേ? കായലത്തിന്റെ തീരത്തോട് ചേർന്ന് എത്ര ജീവിതങ്ങൾ. ഇവരൊക്കെ അലക്കുന്നത് ഈ ഒരു സൈഡിൽ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഓരോരോ കല്ലുകൾ കാണുന്നില്ലേ, അവിടെ വന്നിട്ട് തന്നെയാണ്. കാരണം സുഖമായിട്ട് അലക്കി നേരെ കയറി പോകാമല്ലോ. സൂപ്പർ എക്സ്പ്രസ് അടിപൊളിയാണല്ലോ. സൂപ്പർ എക്സ്പ്രസ് ഈ ഭാഗത്ത് ഒരുപാട് പള്ളികളുണ്ട്. ഇവിടെ ഏറ്റവും ഒരു പള്ളി കാണാം, സെന്റ് ജോസഫ് ചർച്ച്. പള്ളിയുടെ തൊട്ട് ഇവിടെ തന്നെ ബോട്ടേട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. ചെന്നംകരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടുന്ന് ഓരോ ഭാഗത്തേക്കും റൂട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഏകദേശം നെടുമുടി ഭാഗത്തേക്ക് എത്താനായി. ഇവിടെയൊക്കെ ഹൗസ് ബോട്ടുകളാണ്. ഇത് വരുന്നത് കാണാൻ നല്ല രസമല്ലേ? നെടുമുടി ഭാഗത്തുനിന്ന് ആലപ്പുഴയ്ക്കുള്ള ബോട്ടാകാനാണ് ചാൻസ്. ഇത് പ്രൈവറ്റാണ്. മറ്റൊരു ബോട്ട് കെട്ടിയിലെത്തി. ഈ കാണുന്നതാണ് നെടുമുടി. 11:07 അതായത് 1 മണിക്കൂർ യാത്ര തന്നെയാണ്. നേരെ ബോട്ട്
ജെട്ടിയെ ലക്ഷ്യമാക്കി കൊണ്ടുപോവുകയാണ്. ഒരു മനോഹരമായ ബോട്ട് യാത്ര. ഇത് മറ്റൊരു ബോട്ടാണ്. ഈ നെടുമുടിയിൽ നിന്നും പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയമാണിത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോ. ഓരോ ഭാഗത്തേക്കുള്ളയും ബോട്ടുകളുടെ ആ ഒരു സമയം. നെടുമുടി ബോട്ട് ജെട്ടീൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടത്തേക്ക് ഇതാ ഒരു സർക്കാർ ബോട്ട് വരുന്നത് കാണാം. നേരെ അവിടെ പോയിട്ട് ഇനിയിപ്പോൾ വളഞ്ഞ് വരും അത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ ഒരു പാലം കാണാം. ഇനിയിപ്പോൾ നേരെ ഇതുവഴി പുറത്തേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ്. അത്യാവശ്യം കുറച്ച് കടകളൊക്കെ ഉണ്ടല്ലേ ഇവിടെ? അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് നെടുമുടി. ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു റോഡിലേക്കാണ് ഇനിയിപ്പോൾ നേരെ നടന്നു പോകുന്നത്. ചെറിയ ചെറിയ കടകളാണ്. ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ആലപ്പുഴയിലേക്കൊക്കെ ബസ്സൊക്കെ കിട്ടും. ബോട്ടിന് വന്ന് തിരിച്ചതേ ബോട്ടിന് തന്നെ പോകണമെന്നില്ല. ഡയറക്റ്റ് ബോട്ടില്ല. അതാണ് ഈ സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങളിനി നേരെ ബസ്സൊക്കെ കിട്ടുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അതിവിടെ തന്നെയാണ്. നെടുമുടി എന്നൊരു സ്ഥലത്തേക്ക് വരുമ്പോഴും നെടുമുടി എന്നൊരു സ്ഥലത്തിന്റെ പേര് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ ഒരു വ്യക്തിയുടെ പേരാണ് വരുന്നത്. മലയാള നടനായ നെടുമുടി വേണു. അദ്ദേഹത്തിന്റെ ആ ഒരു പേര് തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ ഓർമ്മയിൽ വരുന്നത്. കാരണം ചില വ്യക്തികൾ അറിയപ്പെടുന്നത് ആ ഒരു സ്ഥലത്തിന്റെ പേരിലായിരിക്കും. നെടുമുടി പള്ളിയാണ് ഈ ഭാഗത്തേക്കുള്ളത്. നമ്മളിന്ന് യാത്ര ചെയ്ത സർക്കാർ ബോട്ടില്ലേ, അതിന്റെ യാത്രയെ പറ്റി എന്താണ് അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ യാത്രയിൽ കാണുന്ന കാഴ്ചകൾ ഞാൻ എടുത്തു പറയുന്നില്ല. അത്രയും മനോഹരമാണ്. നമുക്ക് ആലപ്പുഴൻ്റെ ആ ഒരു കുട്ടനാടിൻ്റെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഈ വരുന്ന വഴി തന്നെ ഓരോരോ വീടുകളും ഈ ആലപ്പുഴേൻ്റെ മെയിൻ ആ ഒരു നമുക്കൊരു സാംസ്കാരികമായിട്ട് തന്നെ പറയാമല്ലോ, ശരിക്കും എടുത്ത് കാണുന്നുണ്ട്. പക്ഷേ ബോട്ടിലത്തെ യാത്രയും വളരെയധികം ചീപ്പാണ്. ഏതൊരു സാധാരണക്കാരും ചെറിയ പൈസയിൽ ആലപ്പുഴ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു കാര്യമാണ്, നമ്മുടെ ഇന്ന് യാത്ര ചെയ്യുന്ന ബോട്ടുണ്ടല്ലോ, അതെന്ന് വെച്ചാൽ ആ ഒരു ബോട്ടിന്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു പഴയ ഒരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കുറച്ച് പുതിയ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പുതിയ ബോട്ടുകൾ വരണല്ലേ. എന്താ പറയാ, എന്തായാലും ഒരു പുതിയ ടെക്നോളജി, അതായത് പുതിയ ബോട്ട് തന്നെ ഇറക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായം. അത് കാണുന്ന സമയത്ത് ഒരു പഴയതാണ് നമുക്ക് ആ ഒരു ഇത് തോന്നും. ബോട്ട് ജെട്ടിന്ന് നടന്നു വന്ന വഴി ഇതാണ്. ഈ ഒരു ഏരിയയിലെത്തി. ഇവിടെയാണ് മെയിൻ വഴിയുള്ളത്. നമുക്ക് ഇനിയിപ്പോൾ പോകാനുള്ള ബസ്, അതായത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഈ പാലം കയറി വേണം പോകാൻ. ബസ്സൊന്നും വരുന്ന കാണുന്നില്ല. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. ആലപ്പുഴ ചങ്ങനാശ്ശേരി AC റോഡാണിത്. ഒരു വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ഒരു പ്രദേശം കൂടിയാണിത്. ആലപ്പുഴയിലേക്കുള്ള ബസ് വന്നിരിക്കുകയാണ്. 12 കിലോമീറ്ററാണ് ആലപ്പുഴയിലേക്കുള്ളത്. ഇവിടുന്ന് ബോട്ട് ജെട്ടി ഇതാ ഇവിടെയാണ്. നെടുമുടിയിൽ നിന്ന് ആലപ്പുഴ ബസ് സ്റ്റാൻഡിലേക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. ഇത് അത്യാവശ്യത്തിന് നല്ല റോഡാണ്. നല്ല സുഖമാണ് ഇതുവഴി യാത്ര ചെയ്യാൻ. പക്ഷേ മഴക്കാലത്താണ് കുറച്ച് ബുദ്ധിമുട്ട്. റോഡൊക്കെ കുറച്ച് ഉയർത്തി കെട്ടിയിട്ടുണ്ടെങ്കിലും കുറേ ഭാഗത്ത് വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ മുന്നിൽ മറ്റൊരു KSRTC ഉണ്ട്. അതുകൊണ്ട് അതും വാശിക്ക് തന്നെയാണ് പോകുന്നത്. ബസ്സുകൾ എല്ലാ സമയത്തും ഉണ്ട്. അതുകൊണ്ട് പേടിക്കാനേ ഇല്ല.
ഭാഗമൊക്കെ ഉയർത്തി കിട്ടിയതാണ്. പന്ത്രണ്ട് മണിയായി. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഇതാ എത്തി. മുമ്പ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് ബോട്ട് ജെട്ടിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് ബസ് വന്ന് നിർത്തുക. എന്നിട്ട് ആ ഭാഗത്താണ് ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ പൊളിച്ചു. ഇപ്പം നേരെ ഈ റോഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടുന്ന് റൈറ്റിലേക്ക് KSRTC ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക്, അതായത് റെയിൽവേ സ്റ്റേഷനിലുള്ള ബസ്സൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഇന്ന് ചെറിയൊരു ബോട്ട് യാത്രയായിരുന്നു. കുട്ടനാടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇനി അടുത്ത ദിവസം ഒരു ദീർഘമായ ബോട്ട് യാത്രയാണ്. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള ബോട്ട് യാത്രയാണ് നിങ്ങളിനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.